ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കന്നസെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അത്തമാണ്, അപ്പോൾ എല്ലാവർക്കും അത്തം ദിനാശംസകൾ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു, അതേ അമ്മ താഴെ വിളക്ക് വെക്കാൻ അപ്പോഴേക്കും ഓടിപ്പോയിട്ടോ. ഞാൻ ഒന്ന് വിളക്ക് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അമ്മ ഓടിപ്പോയി. അപ്പോൾ അതേ അമ്മ വിളക്ക് വയ്ക്കാൻ പോകണം. അപ്പോൾ എനിക്ക് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളിടലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓണം തുടങ്ങിയില്ലേ, പൂക്കളിടാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ മുട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നതൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വിരിഞ്ഞോന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് താഴെ പോകാട്ടോ, താഴെയുള്ള പണി നോക്കാം. ഇന്ന് നമ്മൾ രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റു. ഇതേ 4:45 ആകാറായിട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ വിളക്കൊക്കെ കൊളുത്തി സാമ്പ്രാണി പുകയൊക്കെ കാണിക്കാൻ കേട്ടോ, ചന്ദനത്തിലൊക്കെ വെച്ച്. ഇന്നും ഭഗവാന് നീതിയായിട്ട് അവിലും അതേപോലെ ശർക്കരയാണ് കേട്ടോ വെച്ചത്. അതിന് ശേഷം അമ്മ എല്ലാവരും ഇതേപോലെ സാമ്പ്രാണി പുക കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ രാവിലെ ഇതേ എല്ലാവരുടെയും സാമ്പ്രാണി പുക കാണിക്കുകയാണ് കേട്ടോ, വിളക്കൊക്കെ കൊളുത്തിയിട്ട്. അപ്പോൾ നമ്മളിതേ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഭഗവാൻ ഇന്ന് അത്താണ്, അടുത്ത വർഷവും നമുക്ക് അത്തം ആഘോഷിക്കാൻ പറ്റണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യവും വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ആദ്യം പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് കേട്ടോ. നമ്മൾ അടുത്ത വർഷം ഇതേപോലെ നമ്മൾ കുടുംബത്തോട് കൂടിയിട്ട് ആഘോഷിക്കാൻ പറ്റണേന്ന് എന്നും പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാ ആഘോഷങ്ങൾ വരുമ്പോഴും. അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് അത്തമാണെന്ന്, അപ്പോൾ ഒന്നാം ഓണം തുടങ്ങായി കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഓണമൊക്കെ എങ്ങനെ ആഘോഷിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നമ്മൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു, സ്കന്ദഷഷ്ടി വായിക്കാൻ പോവുകയാണ് കേട്ടോ അടുത്തത്. അപ്പോൾ എനിക്ക് അയച്ചു തന്ന എല്ലാവർക്കും, അഡ്രസ്സ് അയച്ചു തന്ന എല്ലാവർക്കും ഞാൻ സ്കന്ദഷഷ്ടി അയച്ചു തരും കേട്ടോ. ആരും ബുക്ക് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് വിളക്കൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരം സ്കന്ദഷഷ്ടി വായിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ ജപമാല ജപിച്ചു കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് നേരം എന്താ പറയുക, ഹരേകൃഷ്ണ നാമം ചൊല്ലിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ കണ്ണന് വയ്യായിരുന്നു, ഇന്ന് പനിയും ചുമയിട്ടോ. അവന് വീക്ക്ലി 2 ഡേയ്സെങ്കിലും ലീവ് എടുക്കാത്തില്ല കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 6:15 കേട്ടോ. ഇതേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചതാണ്. ഇവരുടെ സൗണ്ട് കണ്ട്, ഈ സൗണ്ട് വഴി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും, ബിസ്ക്കറ്റോ ഇല്ലെങ്കിൽ മുറുക്കോ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ ഫുഡ് വെച്ചതിന് ശേഷം ഞാൻ ദേ പൂക്കൾ വലിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് പൂക്കളൊക്കെ ഞാൻ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ടപ്പോൾ അത്ര വിരിഞ്ഞൊന്നുമില്ല. പിന്നെ കുറച്ച് പൂക്കൾ നമുക്ക് ഡെയിലി വലിക്കാനുള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെ വലിച്ചു വെച്ചാലും തന്നെ വാടിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് പൂക്കൾ വലിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. പക്ഷെ നല്ല കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ എന്താ, നാളെ വിനായക ചതുർത്ഥിയാണ്. എനിക്ക് വിനായക ചതുർത്ഥിയായിട്ട് വിനായകനെ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇവിടെ ഒന്നും എന്താ പറയുക, വിനായകന് ചെറിയ ചെറിയ ബൊമ്മകളുണ്ടാവില്ലേ, അതൊന്നും വിൽക്കാൻ കിട്ടുന്നില്ല. ഇവിടെ ഒന്നും ആരും വിൽക്കുന്നില്ല കേട്ടോ. തമിഴ്നാട്, പാലക്കാട് ആ ഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് അങ്ങാടി ഭാഗത്തൊക്കെ ആണെങ്കിൽ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അത്രയും ദൂരം പോകണ്ടേന്ന് പറഞ്ഞിട്ട് പോകണില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ വിനായകനെ ആണെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതൊരു വിഷമമുണ്ട് കേട്ടോ. നാളെ വിനായക ചതുർത്ഥിക്ക് അതൊന്ന് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെന്താണാവോ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ വിനായക ചതുർത്ഥി ആയിട്ട് ഭഗവാൻ എന്തെങ്കിലും നേതി ഉണ്ടാക്കി കൊടുക്കണം, അമ്പലത്തിൽ പോകണം. അപ്പോൾ നമ്മളിത് പൂക്കളൊക്കെ വലിച്ചിട്ട് ഇത് വന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്തപ്പൂക്കൾ ഇടാൻ പോകണം കേട്ടോ രാവിലെ. അപ്പോൾ ഒരു 7:30യുടെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂക്കളൊക്കെ ഇതേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ എന്നാലും ഞാൻ വൈകുന്നേരം വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂക്കളെ റെഡിയാക്കാം. പണ്ട് മുതലേ നമ്മൾ ചാണകം മെഴുകിയിട്ടാണ് കേട്ടോ ഉമ്മറത്തൊക്കെ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ വീട്ടിലെപ്പോഴും ചാണകം മെഴുകുമായിരുന്നു. അതേപോലെ തന്നെ ചാണകം തെളിക്കുക, ഡെയിലി ചാണകം തെളിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ചാണകം തെളിക്കലില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ടതിന് ശേഷം അത് ചെയ്യലില്ല കേട്ടോ. പക്ഷേ ഓണമായി കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധമായിട്ട് ചാണകം മെഴുകണം, അല്ലാതെ ഞാൻ വെറും തറയിൽ ഇടുകയും ചെയ്യില്ല കേട്ടോ പൂവ്. അപ്പോൾ ഞാൻ ഇൻ്റർലോക്ക് ആണെങ്കിലും ചാണകം എടുത്തിട്ട് വന്ന് ചാണകമൊക്കെ മെഴുകി അതേപോലെ വിനായകന് വിചാരിച്ചിട്ട് ഒരു ചെറിയ ഉരുണ്ട എടുക്കട്ടോ. ഉരുണ്ട എടുത്തിട്ട് ഭഗവാന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വിനായകന് വിചാരിക്കും. എന്നിട്ട് ഞാനൊരു ചെറിയ ഉരുണ്ട എടുത്ത് നടുവിൽ വയ്ക്കും കേട്ടോ. അതിന് ശേഷം ഒരു തുളസിക്കതിർ അതിൽ വെക്കും. അതിന് ശേഷമാണ് ഞാൻ പൂക്കളിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എത്ര പേര് ചെയ്യേണ്ടതെന്നൊരു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ പൊതുവേ ഇതേപോലെ തന്നെയാണ് പൂക്കളിടുക കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണൊക്കെ കൊണ്ടുവന്ന് തിട്ടൊക്കെ ഉണ്ടാക്കി മാവേലി മാതോറൊക്കെ ഇങ്ങനെ വെച്ച് എന്താ പറയുക
പറയുക, മാവ് കൊണ്ടൊക്കെ അണിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മയാണ് കേട്ടോ. ഇപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാണകം മെഴുകുന്നതന്നെ എന്തോ വലിയ കാര്യമായിട്ടാണ് കേട്ടോ. നന്ദൂൻ്റെ അടുത്താണെങ്കിൽ ചാണകം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കയ്യിലാവില്ല അമ്മയെന്നൊക്കെയാണ് പറയൽ. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലത്ത് ചാണകം മെഴുകലും ചാണകം മറ്റേ തെളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി. ആ ട്രഡീഷണലൊക്കെ പോയി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഓണത്തിന് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ചെയ്യുക. അപ്പോൾ ഇൻ്റർലോക്ക് ആണെങ്കിലും ഞാൻ ചാണകമൊക്കെ മെഴുകി ഇങ്ങനെ വിനായകനൊരു പിടിയൊക്കെ ചാണകം അങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് അതിൽ വെച്ച്, അതേപോലെ അതിൽ ഒരു തുളസിക്കതിരും ഒരു മുക്കുറ്റിയൊക്കെ വെക്കട്ടോ. മുക്കുറ്റി വിചാരിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ വിഘ്നേശ്വര അടുത്ത വർഷവും ഇതേപോലെ തന്നെ നമുക്ക് അത്തം ആഘോഷിക്കാൻ പറ്റണേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് എന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പൂവിടുക. അപ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പൂക്കളിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് ഉമ്മറം വരെ ഒന്ന് ചാണകം ഒന്ന് ജസ്റ്റ് ഒരു കപ്പിലാണെങ്കിലും അത് തെളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ശുദ്ധമായി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നമ്മളിത് ഈ പൂക്കളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരമാവട്ടെ ഈ പൂക്കളൊക്കെ ഇടാൻ. പിച്ചി പതുക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും ടൈം ആവും കേട്ടോ. അപ്പം ഞാനിതേ ചാണകമൊക്കെ മെഴുകിയിട്ട് പൂക്കളിടുകയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ വെറും തറയിലിടാതെ ഇതുപോലെ ചാണകമൊക്കെ മെഴുകിയിട്ട് വേണം കേട്ടോ എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ പൂക്കളൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അത്തപ്പൂക്കളം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് റൗണ്ടിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് കോലമാവ് കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോയെന്നൊന്ന് നോക്കണേ. നമ്മളിത് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതാണ് എൻ്റെ പൂക്കളം. അടിപൊളിയായിട്ടുണ്ട്. ഉള്ള പൂക്കളം കൊണ്ടൊക്കെ ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കോലപ്പൊടിയൊക്കെ വെച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തരണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ട് തരുന്നത് എല്ലാവർക്കും ബൈ.